എങ്ങനെയുണ്ട്? ആ കുട്ടി കോമാളി കളിപ്പിക്കാതെ അത് ഊരി വാങ്ങി. എന്തിന്? നല്ല ചന്തോട്ടത്തെ നമ്മുടെ മേൽശാന്തി വന്നല്ല, കൊണ്ടുപോറായ അതോ പോറ്റിനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഓന്റെ അച്ഛൻ വന്നേക്കണ്. നീ ഓനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാടാ ഷെയ്ഖ് പോറ്റി. ഏനക്കേട് കാണിക്കാതാടാ. പോറ്റി എന്താ അവിടെ തന്നെ ഷെയ്ഖ് പോറ്റി. എന്ത് എരപ്പത്തരം അത് നീ കാണിക്കണത്? ആളെന്താരോ നോക്കി കളിക്കണ്ടേ? മോനകത്ത് പോയത് ഊരി വെച്ചിട്ട് വാ, ചെല്ല്. നിങ്ങൾക്കൊന്നും തോന്നല്ലേ സ്വാമിയെ, ചെക്കൻ്റെ ഓരോരോ അഭ്യാസങ്ങൾ. അതൊന്നും സാരല്ല, കുട്ടികളല്ലേ, സഹജം. അതുപോലത്തെ വിടിവേഷം കെട്ടി എന്നെ മാനം കെടുത്താനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് അയക്കണത്. ആ ചെറുക്കൻ എന്താ നോട്ടൊന്നും എഴുതാൻ അറിഞ്ഞൂടെ? നീ ദിവസവും വന്ന് അവന് പറഞ്ഞു കൊടുത്താലേ പറ്റുള്ളൂ. മ്ലേച്ഛന്മാരാ, അത് മറക്കണ്ട. ആ കൈ കാണിക്കാൻ തരുന്ന ഒന്നും കഴിക്കാനും നിൽക്കണ്ട കേട്ടോ. ഇതെന്താടാ? ഇത് അബ്ദു തന്ന ഷർട്ടാ. നടക്ക കഴുത. വാടാ. നീ ഇവിടെ നിന്നാ മതിയോ? വാ, നിനക്ക് നല്ലൊരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഹോം തിയേറ്റർ കാണിച്ചു. വാടാ വാടാ. പ്രഭ, ഹേയ്. കന്നഡ 8K പ്രൊജക്ഷനാ. സിനിമയും കാണാം, TV ചാനൽസും കാണാം. എന്തിനാ, തിയേറ്റർ എഫക്റ്റീവ് പോൺ വരെ കാണാം. വാ, നിനക്ക് ഞാൻ കാണിച്ചു. ഇരിക്കടാ. നിനക്കെന്താ കാണണ്ടേ? ഹൊറർ കാണണോ, കോമഡി കാണണോ, ആക്ഷൻ കാണണോ, അതോ തുടങ്ങാം. എടാ പോറ്റി, ഇപ്പോഴും നിന്റെ ഫേവറേറ്റ് ആക്ടർ രജനീകാന്ത് തന്നെ അല്ലേ? വാ. അണ്ണാമലയില്ല, ഭാഷ കാണുന്നില്ല, മുത്തു. മുത്തു മതിയാ? മുത്തു മുത്തു ഇട ഇങ്ങോട്ട് ഫാസ്റ്റ് ഫോർവേഡ്. ആ, കുറച്ചുകൂടെ, കുറച്ചുകൂടെ പോട്ട്. ആ നിർത്ത് നിർത്ത്. പ്ലേ പ്ലേ. അച്ഛൻ രജനീകാന്തിന്റെ സ്ഥലമൊക്കെ രഘുവരൻ കള്ളപ്രമാണം വെച്ച് തട്ടിയെടുക്കും. അപ്പോ മോൻ രജനീകാന്ത് കുഞ്ഞ. പക്ഷേ രഘുവരൻ അന്തം വിട്ടു. അച്ഛൻ രജനീകാന്ത് രഘുവരനോട് ക്ഷമിക്കും. ഇതിൽ കട്ട ഡെസ്പായി രഘുവരൻ പോയി ആത്മഹത്യ ചെയ്യും. ദാ ഇവിടെ ഈ പറമ്പിൽ നടന്നിട്ടുണ്ട് ഇതുപോലൊരു കഥ. പക്ഷെ ആത്മഹത്യ ചെയ്തത് ചതിച്ചവനല്ല, ചതിക്കപ്പെട്ടവനാന്ന് മാത്രം. അബ്ദുള്ള, അവനൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? ആർക്കറിയാം, അവനൊക്കെ പണ്ടേ നാറോട്ട് പോയതല്ലേ. അവന്റെ പെങ്ങന്മാരോ? പണ്ട് ഞാനുണ്ടായിരുന്നൊരു സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ കേട്ടതാ, രണ്ടും സിറിയയിൽ എവിടെയാണെന്ന്. അവര് പക്ഷേ ആരുടെ കൂടെ ആണെന്നോ ഏത് പരുവത്തിലാണെന്നൊക്കെ ദൈവത്തിന് മാത്രം അറിയാം. അവിടെ മൊത്തം വിപ്ലവ യുദ്ധമൊക്കെ അല്ലേ. അല്ല, ഇതൊക്കെ നീയല്ലേ ആദ്യം അറിയണ്ടോ? ഇതിൽ ന്യൂസ് ചാനൽസും കാണാൻ കേട്ടോ. മൈഥിലിയെ കണ്ടില്ലല്ലോ, ഞാൻ താഴോട്ട് ചെല്ലട്ടെ. ഈ നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നതിനെ കുറിച്ച് ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ടല്ലോ സാർ. പോലീസിന്റെ അനാസ്ഥയാണോ ഇതിന് കാരണം? ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഇവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് കുറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് കണക്കുകൾ നിരത്തി പറയാനാണ്. ഇത് നമ്മുടെ കല്യാണമല്ലേ? കല്യാൺ, അതാണ് അവന്റെ പേര്. ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാനിരുന്നതാ. ഇവനാണ് അക്കാഡിയോ സാഹിബിന്റെ കേരളത്തിലെ ബിനാമി ഫണ്ട് മാനേജർ. വിമൻ സേഫ്റ്റി, ചൈൽഡ് സേഫ്റ്റി, ഈ ഫ്രണ്ട്സിലൊക്കെ വലിയ രീതിയിലുള്ള സർവൈലൻസ് മെഷേഴ്സ് ആണ് പോലീസ് നടത്തിയത്. ഒരു സൈലന്റ് പാർട്ണർ കൂടിയാ. DIG കേട്ടിട്ടുണ്ട്. പിന്നെ സർപ്രൈസ് എന്താന്ന് വെച്ചാ, ഇവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഉടനെ. നിങ്ങളുടെ ബിസിനസ്സിലും ഒരു പോലീസ് കണക്ഷൻ ഉള്ളത് നല്ലതാ. നീ അവനോടൊന്ന് സംസാരിച്ചേക്കും. നീ ഇവിടെ കിടന്നിട്ട് നാളെ പോയാൽ മതി. എനിക്ക് ഡിന്നർ കഴിഞ്ഞിട്ട് പ്രഭയായിട്ട് ഡീപ്പായിട്ടൊന്ന് ഇരിക്കാനുണ്ട്. ഞാൻ സദാണ്ടിൽ പോലും പ്രഭയം കൊണ്ടൊന്ന് വരേണ്ടി വരും. അവിടെ വെച്ചായിരിക്കും ഞാൻ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യുന്നത്. എടാ പോറ്റി, there is no such thing as a free lunch.
നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്താടാ? साहब एक आदमी आया है। कौन? कौन? साहब पूछता है। आपका दोस्त बोलता है। ഡാ കല്യാൺ മേനോൻ വന്നിട്ടുണ്ട്. ആനേതോ ആനേതോ. ठीक है जाओ। ഏയ് കല്യാൺ എവിടെ? मेरा दोस्त पुरगलेक पोई साहब। പറയല്ലോ. ക്യൂ? मुझे क्या पता। വാടാ പോയി നോക്കാം. കല്യാൺ ഇതാരാ? Who is this? വാപ്പ. ഓ എന്താ മോനെ? സുഖമില്ലേ പാപ്പ? പിന്നല്ലേ എല്ലാം പോയില്ലേ? എന്നിട്ടും സുഖ? അത് ശരിയാണല്ലോ പാപ്പ. വാപ്പ എന്താ പറഞ്ഞെന്ന് കേട്ടോ? വീട് പോയെങ്കിൽ എന്താ മോനെ, ജന്നത്തുൽ ഫിർദൗസ് അല്ലേ കെട്ടിത്തന്നിരിക്കുന്ന രാമൻ കെട്ടിത്തന്ന വീടെന്ന് പറഞ്ഞ എനിക്കത് നീ കെട്ടിത്തന്ന പോലെ. അബ്ദു, എല്ലാം പോയടാ മോനെ, എല്ലാം പോയി. വാപ്പയും പോയി. അബ്ദു, ഐഷ ഉമ്മാനെ ഫോണിൽ വിളിച്ചിരുന്നു. പട്ടണത്തിലേക്ക് ഓളും കെട്ടിയവനും കൂടെ പോകുമെന്ന് പറഞ്ഞു വച്ചു. ഓരെവിടെയാണെന്നറിയണം, ആരാ കൊണ്ടുപോയെന്നറിയണം. വാക്കുതാ മോനെ, ഉമ്മക്ക് വാക്കുതാ. നുസന്റെ വാക്കിന് എന്ത് വരെയാവും പറ്റും?